ഉണ്ണിയേശുവാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, സ്വർഗം ഭൂമിയെ അതിൻ്റെ പ്രണയമറിയിച്ച മനോഹരമായ ദിവസമാണ് ക്രിസ്തുമസ്. ദൈവത്വം മനുഷ്യത്വത്തെ പുൽകിയതിൻ്റെ നല്ല ഓർമ്മ. മനുഷ്യനെ ദൈവീകതയിലേക്ക് ഉയർത്തുവാൻ ദൈവം മനുഷ്യനായി അവതരിച്ച സുദിനത്തിൻ്റെ ആഘോഷം മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് നമ്മെ ക്ഷണിക്കുക. ദൈവത്തെ പോലെയാകാൻ വ്യാമോഹിച്ച് പറുദീസ നഷ്ടമാക്കിയ മനുഷ്യന് പുൽത്തൊട്ടിയിൽ മനുഷ്യനായി പിറന്ന് ദൈവത്വവും പറുദീസായും ദൈവം സമ്മാനിച്ചു. പുൽത്തൊട്ടിയിലെ ശിശു എല്ലാ മനുഷ്യാവസ്ഥകളെയും തൊട്ടറിഞ്ഞ ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് വരച്ചിടുക. ജീവിതത്തിൻ്റെ നിസ്സഹായാവസ്ഥകളിൽ എന്നെ പൂർണ്ണമായി മനസ്സിലാക്കി എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന പ്രത്യാശയാണല്ലോ പറുദീസായുടെ അനുഭവം. നിർമ്മിത ബുദ്ധിയുടെയും യാന്ത്രികതയുടെയും ഒക്കെ അതിപ്രസരത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷ വീണ്ടെടുക്കുവാനാണ് ഈ ക്രിസ്മസ് ആഘോഷം നമ്മെ ക്ഷണിക്കുക. ഹൃദയപൂർവ്വം ചിന്തിക്കുവാനും പരിഹാരങ്ങൾ അന്വേഷിക്കുവാനും കുറച്ചുകൂടെ ഹൃദയാർദ്രതയോടും മനസ്സലിവോടും കൂടെ കുടുംബത്തിലും സമൂഹത്തിലും ജോലി മേഖലകളിലുമൊക്കെ വ്യാപരിക്കുവാൻ ഈ ക്രിസ്മസ് ആഘോഷം നമ്മെ സഹായിക്കട്ടെ. യാന്ത്രികതയുടെ ഭാവം ഉപേക്ഷിച്ച് ദൈവിക ഭാവത്തിലേക്ക് വളരുവാനും നമ്മിലെ ദൈവിക ഭാവം നമുക്ക് ചുറ്റും പറുദീസ തീർക്കുവാനും ഈ ക്രിസ്മസ് ആഘോഷം സഹായിക്കട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ നിസ്സഹായാവസ്ഥകളാവുന്ന പുൽത്തൊട്ടിയിൽ ഉണ്ണിയേശു പിറന്നിരിക്കുന്നു എന്ന പ്രത്യാശ നമ്മെ നിരന്തരം വഴി നടത്തട്ടെ. ക്രിസ്തുമസിൻ്റെ എല്ലാ നന്മകളും ശാന്തിയും സമാധാനവും സന്തോഷവും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. ഉണ്ണിയേശു നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.